നമസ്കാരം സുഹൃത്തുക്കളെ. പണ്ട് കള്ളന്മാർ വീട്ടിൽ വരണമെങ്കിൽ മതിൽ ചാടണമായിരുന്നു, അല്ലെങ്കിൽ പൂട്ട് പൊളിക്കണമായിരുന്നു. എന്നാൽ കാലം മാറി. ഇപ്പോൾ കള്ളന്മാർ നിങ്ങളുടെ പോക്കറ്റിലെ മൊബൈൽ ഫോണിലൂടെ ഒരു വാട്സപ്പ് മെസ്സേജായോ ലിങ്കായോ വന്ന് വാതിൽ തുറക്കാതെ തന്നെ അകത്ത് കയറും. ബാങ്ക് അക്കൗണ്ട് കാലിയാക്കാൻ അവർക്ക് വേണ്ടത് വെറും ഒരു OTP മാത്രമാണ്. വീടിന് നമ്മൾ വലിയ പൂട്ടും താക്കോലുമൊക്കെ വയ്ക്കും. പക്ഷേ നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിന് നമ്മൾ അത്രയും സുരക്ഷ നൽകുന്നുണ്ടോ? ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്ന ഈ കാലത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും സോഷ്യൽ മീഡിയയും എങ്ങനെ ഒരു ഇരുമ്പ് കോട്ട പോലെ സുരക്ഷിതമാക്കാം? അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം പാസ്വേഡാണ്. പലരുടെയും പാസ്വേഡ് നോക്കിയാൽ ഒന്നുകിൽ സ്വന്തം പേര്, അല്ലെങ്കിൽ 1 2 3 4 5 6, അതുമല്ലെങ്കിൽ വീട്ടിലെ കുട്ടിയുടെ പേര്. ഇത് കള്ളന്മാർക്ക് പായസം വിളമ്പി കൊടുക്കുന്നത് പോലെയാണ്. പാസ്വേഡ് എപ്പോഴും ഒരു മിക്സഡ് വെജിറ്റബിൾ കറി പോലെ ആയിരിക്കണം. അതിൽ വലിയ അക്ഷരങ്ങൾ, ക്യാപിറ്റൽ ലെറ്റർ, ചെറിയ അക്ഷരങ്ങൾ, നമ്പറുകൾ, പിന്നെ ഒരു സ്പെഷ്യൽ സിമ്പൽ എന്നിവ ഉണ്ടായിരിക്കണം. ഓർക്കുക, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ പല്ല് തേക്കുന്ന ബ്രഷ് പോലെയാണ്. അത് മറ്റാർക്കും കൈമാറരുത്. കൃത്യസമയത്ത് അത് മാറ്റുകയും വേണം. അടുത്തതായി 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ, അതായത് ഒരു ഇരട്ടപ്പൂട്ട് എന്ന് പറയും. വീടിന് ഒരു പൂട്ടിന് പകരം 2 പൂട്ടുണ്ടെങ്കിൽ സുരക്ഷ കൂടുമല്ലോ. അതുതന്നെയാണ് ഈ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ. നിങ്ങളുടെ പാസ്വേഡ് ആരെങ്കിലും മോഷ്ടിച്ചാൽ പോലും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു കോഡോ ഒരു പെർമിഷനോ ഇല്ലാതെ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, ഇതിലൊക്കെ ഈ സൗകര്യമുണ്ട്. ഇത് സെറ്റ് ചെയ്യാത്തവർ വീഡിയോ കഴിഞ്ഞാലുടൻ സെറ്റിങ്ങിൽ പോയി അത് ഓണാക്കുക. ഇത് നിങ്ങളുടെ അക്കൗണ്ടിന് ചുറ്റും കെട്ടുന്ന ഒരു ലക്ഷ്മണ രേഖയാണ്. അടുത്തത് ലിങ്കുകളാണ്. നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു, ടാറ്റായുടെ സൗജന്യ സമ്മാനം, KSEB ഫ്യൂസ് ഊരാൻ വരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന മെസ്സേജുകളിലെ ലിങ്കിൽ ഒന്ന് തൊട്ടാൽ മതി നിങ്ങളുടെ വിവരങ്ങൾ ചോരാൻ. അനാവശ്യമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് അറിയാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഓഫറുകൾ ഓർക്കുക. സൗജന്യമായി കിട്ടുന്ന ഏക കാര്യം ഉപദേശം മാത്രമാണ്, ഐഫോൺ അല്ല. അടുത്തത് പബ്ലിക് വൈഫൈ എന്ന സ്ലോ പോയിസൺ. റെയിൽവേ സ്റ്റേഷനിലോ മാളിലോ പോകുമ്പോൾ കിട്ടുന്ന ഫ്രീ വൈഫൈ കണ്ടാൽ നമുക്ക് വലിയ ആവേശമാണ്. എന്നാൽ പബ്ലിക് വൈഫൈ വഴി ബാങ്ക് ഇടപാടുകൾ നടത്തുന്നത് വലിയ റിസ്ക്കാണ്. കള്ളന്മാർക്ക് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇത്. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ബാങ്കിങ് കാര്യങ്ങൾ സ്വന്തം മൊബൈൽ ഡേറ്റയിൽ മാത്രം ചെയ്യുക. ഇനിയും ബാങ്കിന്റെ പേരിൽ വരുന്ന കോളുകൾ. ബാങ്കിൽ നിന്ന് മാനേജർ ആണെന്ന് പറഞ്ഞു വിളിച്ചാലും നിങ്ങളുടെ OTP അല്ലെങ്കിൽ പിൻ നമ്പറുകൾ എന്നിവ മറ്റാർക്കും പറഞ്ഞു കൊടുക്കരുത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും നിങ്ങളുടെ ഫോണിലൂടെ ഇത്തരം വിവരങ്ങൾ ചോദിക്കില്ല. ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായി പറഞ്ഞോളൂ, മാനേജർ സാറേ, ഞാൻ നേരിട്ട് ബാങ്കിൽ വന്നോളാം എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ. ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുമ്പോൾ കണ്ണും കാതും തുറന്നിരിക്കുക. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് സമാധാനമായി ഉറങ്ങാം. നമ്മുടെ നാട്ടിലൊരു ദാസപ്പൻ ഉണ്ടായിരുന്നു. കക്ഷി പാവമാണ്. പക്ഷേ ഈ പുതിയ കാലത്തെ ടെക്നോളജിയൊക്കെ കാണുമ്പോൾ കുറച്ച് അത്ഭുതമാണ് അദ്ദേഹത്തിന്. ഒരു ദിവസം ഉച്ചയ്ക്ക് നല്ല കഞ്ഞിയും പയറും കഴിച്ച് ദാസപ്പൻ ഇങ്ങനെ ഉമ്മറത്തിരിക്കുമ്പോഴാണ് ഫോണിലൊരു ടിങ് ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ ഒരു മെസ്സേജ്: അഭിനന്ദനങ്ങൾ, നിങ്ങൾ 75 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകിയാൽ പണം ഉടൻ അക്കൗണ്ടിലെത്തും. ദാസപ്പൻ ആലോചിച്ചു, ഞാൻ ലോട്ടറി എടുത്തിട്ടില്ലല്ലോ, എങ്കിലും ഭാഗ്യം വരുന്നത് തടയുന്നത് എന്തിനാണ്? ദൈവമായിട്ട് തന്നതാവും. ദാസപ്പൻ വേഗം ആ ലിങ്കിൽ ഞെക്കി. അവിടെ ചോദിച്ച പേരും ജനനത്തീയതിയും ബാങ്ക് അക്കൗണ്ട് നമ്പരും എല്ലാം കൊടുത്തു. അവസാനം ഒരു OTP ചോദിച്ചപ്പോൾ അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തു. 1 മിനിറ്റ് കഴിഞ്ഞില്ല, ദാസപ്പന്റെ ഫോണിലേക്ക് അടുത്ത മെസ്സേജ് വന്നു: നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 50,000 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ദാസപ്പൻ ഞെട്ടിപ്പോയി. 75 ലക്ഷം രൂപ വരുമെന്ന് കരുതിയിരുന്നപ്പോൾ ഉള്ള 50,000 രൂപ കൂടി പോയി. ദാസപ്പൻ വേഗം ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പുറത്തൊരു ഹിന്ദിക്കാരൻ ദാസപ്പൻ ചോദിച്ചു, എൻ്റെ പൈസ എവിടെ? അപ്പുറത്തു നിന്ന് മറുപടി വന്നു: സാർ, ആ പൈസ ലോട്ടറിയുടെ ടാക്സ് ആയിട്ട് എടുത്തതാണ്. ബാക്കി 74,50,000 രൂപ വരണമെങ്കിൽ ഇനി ഒരു 20,000 രൂപ കൂടി അയക്കൂ. ദാസപ്പൻ അപ്പോഴാണ് ഓർത്തത്, ലോട്ടറി അടിച്ചാൽ ടാക്സ് അവർ പിടിച്ചിട്ട് ബാക്കിയല്ലേ തരേണ്ടത്.
നമ്മൾ എന്തിനാ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത്? അപ്പോഴേക്കും വൈകിപ്പോയി. ദാസപ്പന്റെ അക്കൗണ്ട് ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെ ശാന്തമായി. അതായത് ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ദാസപ്പിന് പറ്റിയ ഈ അബദ്ധം നമുക്കും പറ്റാം. ഈ തട്ടിപ്പുകാർ നമ്മുടെ അത്യാഗ്രഹത്തെയാണ് മുതലെടുക്കുന്നത്. ലോട്ടറി അടിച്ച് സമ്മാനം കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ഒന്ന് പണി നിർത്തും. അത് പാടില്ല. ഓർക്കുക, അധ്വാനിക്കാതെ ഒരു പൈസയും നമ്മുടെ അക്കൗണ്ടിലേക്ക് തേനും പാലും പോലെ ഒഴുകി വരില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം അറിവ് പങ്കുവെക്കുന്നത് ഒരു പുണ്യമാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനിയും ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.